ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വൈഷിന്റെ ബർത്ത്ഡേ ബ്ലോഗാണ് കേട്ടോ. ഇന്ന് വൈഷിന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. വയനാട്ടിൽ നിന്ന് വന്ന ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ അവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന വേറൊരു ഫ്രണ്ടും ഉണ്ടായിരുന്നു, ഏട്ടനും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു എന്നാ പിന്നെ നമുക്ക് ബീച്ചിലേക്ക് പോവായിരുന്നു. അവന് കേക്കൊന്നും കട്ട് ചെയ്യുന്ന അത്ര ഇഷ്ടമൊന്നുമല്ല. അവൻ കേക്കൊന്നും കട്ട് ചെയ്തിട്ട് ബർത്ത്ഡേ ആഘോഷിച്ചില്ല. ബീച്ചിലൊക്കെ പോയി കുറച്ചു നേരം ഇരുന്ന് അവിടുന്ന് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ പോവാന്ന് വിചാരിച്ചു. ബീച്ചിലേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് കേട്ടത്. പിന്നെ മൺഡേ ആയതുകൊണ്ട് അത്ര തിരക്കൊന്നുമില്ല. സാധാരണ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലം ഉണ്ടാവില്ല, അത്രക്ക് തിരക്കായിരിക്കും. ഇന്ന് അത്ര വലിയ തിരക്കൊന്നും തോന്നിയിട്ടൊന്നുമില്ല. അങ്ങനെ ഇതാ ഞങ്ങള് ബീച്ചിലേക്ക് എത്തി കേട്ടോ ഗൈസ്. അങ്ങനെ ഇവിടുത്തെ കാറ്റൊക്കെ ആസ്വദിച്ച് കുറച്ചു നേരം അങ്ങനെ നടക്കാന്ന്. എത്ര നടന്നാലും ടൈം പോകുന്ന അറിയില്ലല്ലോ. അപ്പൊ അങ്ങനെ നടക്കാന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ കുറച്ചു നേരം ഞങ്ങൾ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നല്ല രസമല്ലേ. അപ്പൊ നല്ല രസമാണ് രാത്രിയിൽ പ്രത്യേകിച്ച് ബീച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. മക്കള് രണ്ടാളും നല്ല പീസ്ഫുൾ ആയിട്ട് അവിടെ ഇരുന്ന് അവരെ ഇഷ്ടത്തിന് കളിക്കുന്നുണ്ട്. മകളെല്ലാം ഇവിടെ വർത്താനൊക്കെ പറഞ്ഞ് അടുത്ത പ്ലാനിങ് ഫുഡ് എവിടുന്ന് കഴിക്കാം എന്നുള്ള ആലോചനയിലാണ് കേട്ടോ. നല്ല വിശപ്പുണ്ട് വൈശുവിന്. വൈശു വിശന്നിട്ടുണ്ടെങ്കിൽ ഒട്ടും സഹിക്കൂല. അങ്ങനെ എന്താക്കി, നമ്മളെ തൊട്ടടുത്ത് ലാസ്റ്റ് പ്ലാൻ ചെയ്തത് തൊട്ടടുത്ത് തന്നെ ബീച്ച് ഹോട്ടലുണ്ട്. അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാം. ഇടയ്ക്ക് നമ്മൾ അവിടെ പോവാറുള്ളതാണ് കേട്ടോ. വലിയ സ്പൂണ് പിച്ചാത്തി കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ കമത്തി വെച്ചിട്ട് ഇങ്ങനെ കൊടുത്തിടാൻ പറ്റും. പിന്നെ വീട്ടിൽ ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ ഉണ്ടാക്കാണ്ട് കുക്കറിനകത്ത് ഇങ്ങനെ ഇറക്കി വെച്ച പൊടിയാണ് എടുക്കാം. സ്റ്റീലായതുകൊണ്ട് തിരുമിക്കത്തൊന്നുമില്ല. മുട്ട നാരങ്ങ ഇട്ട തുരുമുണ്ട്. ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് കുറേ നാൾ ലാസ്റ്റ് എത്ര രീതിയിൽ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ പോയോ ഹോട്ടലിലേക്ക് പോകാനിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരാളൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തിക്കൊണ്ട് വന്നത്. അപ്പൊ ഇതാണ് കേട്ടോ ബീച്ച് ഹോട്ടല്. അപ്പൊ ഇവിടെ വന്നിട്ട് നല്ല രസമില്ലേ കാണാൻ, നല്ല അറ്റ്മോസ്ഫിയർ ഫ്രഷ്. ഇവിടെ വരത്തുള്ളതാണ്, അകത്താണ് ഇരിക്കാറ്. ഇങ്ങനെ ഓപ്പൺ സ്പേസിൽ ആദ്യമായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ എന്നാ പിന്നെ പുറത്തിരിക്കാന്ന് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ ഇതാ ഫോട്ടോസ് ഒക്കെ എടുത്ത് കുറെ വീഡിയോസ് ഒക്കെ എടുത്ത് അങ്ങനെ കുറെ നേരം അവിടെ വർത്താനൊക്കെ പറഞ്ഞു. കുറെ നേരം എടുക്കും ഫുഡ് എത്താൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഓർഡർ ചെയ്ത ഫുഡൊക്കെ എത്തണമെങ്കിൽ ഒരു 1/2 മണിക്കൂർ എന്തായാലും എടുക്കും എന്ന് പറഞ്ഞു. അപ്പൊ ആ സമയം നമ്മളവിടെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുവായിരുന്നു. മക്കൾക്ക് എല്ലാവർക്കും കൂടെ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് പറയാം. പിന്നെ കബാബ് തന്നൂരുണ്ട്. പറയാല്ലേ മടിയുണ്ടോ പിടിച്ചിട്ട് ഇനിയൊന്നുമില്ല. ചിക്കൻ സൂപ്പറായിരിക്കും. ചിക്കൻ മപ്പാസ് ഉണ്ട്, ചിക്കൻ പെരലുണ്ട്. അത് പൊളിച്ചു. ചിക്കൻ പെരലുണ്ടോ? അപ്പൊ വൈശു വന്നിട്ട് ചോദിക്കുകയായിരുന്നു എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് വേണോ, ഞാൻ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി പോവാണ്, വായോ നോക്കട്ടെ എന്ന് പറഞ്ഞ് പോകുന്ന ഭാഗമാണ് കേട്ടോ അത്. അപ്പൊ അവൻ അതും ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വൈശു ഒന്ന് പോയായിരുന്നു. പിന്നെ ഞാനും സിന്ധനും കുറെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് കളിയോവായിരുന്നു. ഫുഡ് വരുന്നവരെന്തെങ്കിലുമൊക്കെ ചെയ്യണല്ലോ, പോസ്റ്റ് ആവരുതല്ലോ. അത് കാരണം ഞങ്ങൾ ഇതാ കുറെ നേരം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അങ്ങനെ സെറ്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ ഗൈസ് വേറെ ഒന്നും നോക്കിയില്ല, ഒരു വെൽക്കം ഡ്രിങ്ക് അങ്ങ് ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചു. ഫുഡൊക്കെ ആയി വരുമ്പോഴേക്ക് 1/2 മണിക്കൂർ എടുക്കും. അതുവരെ നമ്മൾ വെറുതെ ഇരിക്കണ്ടല്ലോ. അങ്ങനെ വെൽക്കം ഡ്രിങ്ക് പറഞ്ഞു, അത് വന്നു. അവിടെ കൊണ്ടുവച്ചിട്ടുള്ള ഗ്ലാസ് കണ്ടു, ഭയങ്കര വെറൈറ്റി ആയിരുന്നു കേട്ടോ. വേറൊരു ടൈപ്പ് ഗ്ലാസ് ആയിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിട്ട്. അങ്ങനെ ഞങ്ങള് വെൽക്കം ഡ്രിങ്ക് ചിയേഴ്സ് ഒക്കെ അടിച്ചു. അതൊക്കെ കഴിഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴേക്കും എല്ലാം സെറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് എത്തിയിട്ടുണ്ട് ഗൈസ്. ഒടുവിൽ വെയിറ്റ് ചെയ്ത് അവസാനം ഫുഡ് വന്നിട്ടുണ്ട്. തന്തൂരി ചിക്കൻ ഉണ്ടായിരുന്നു, പിന്നെ എന്താണ് പൊറോട്ട ഉണ്ടായിരുന്നു, പിന്നെ മക്കൾക്ക് ഫ്രൈഡ് റൈസും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞ ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല, അതൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. വൈശുവിന് ഇവിടെ വന്നിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഉണ്ടായിരുന്നില്ല. അവസാന ഘട്ടത്തിൽ ലേറ്റ് ആയി വന്നതുകൊണ്ട് ഇതൊന്നും കിട്ടിയില്ല. അപ്പൊ ഞങ്ങൾ ഫുഡൊക്കെ ഒന്ന് കഴിക്കട്ടെ എന്നിട്ട് പറയാം ബാക്കി കേട്ടോ.
അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും ബീച്ചിലേക്ക് പോയിട്ടുണ്ട്. അവിടെ ഫുള്ള് ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ടാവും കേട്ടോ. കണ്ടില്ലേ, കുറെ കുട്ടികളൊക്കെ ഡാൻസ് ഒക്കെ കളിക്കുന്ന കണ്ടോ. പാട്ടുണ്ടാവും, ഡാൻസ് ഉണ്ടാവും. അങ്ങനെ കുറച്ചു നേരം ഒന്നും കൂടെ അവിടെയുള്ള പരിപാടിയൊക്കെ കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചിട്ട്, എന്തായാലും ഫുഡ് കഴിച്ച ഉടനെയല്ലേ കുറച്ചു നേരം നടന്നിട്ടൊക്കെ പോവാന്ന് വിചാരിച്ചിട്ട് വീണ്ടും ബീച്ചിലേക്ക് തന്നെ പോയി കേട്ടോ. അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ദിവസം ഇവിടെ കഴിഞ്ഞു ഗൈസ്. അപ്പം ഐഷിന്റെ ബർത്ത്ഡേ എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പൊ പോകുന്ന വഴിക്ക് ഇതാ ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് എല്ലാരും കൂടെ കണ്ടുമുട്ടി വീണ്ടും. അപ്പൊ ഇവിടെ വെച്ചിട്ടാണ് ഓരോരുത്തർ ഓരോ വഴിക്ക് പോയിട്ടുണ്ട്. ഞങ്ങൾ വീട്ടിലേക്കും പോയി. അത്രേ ഉള്ളൂ അടുത്ത വീഡിയോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ. കമന്റ് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.